ഇന്ന് നമ്മൾ ഈ കാണുന്ന 4 ബാറ്ററിയും വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 4 ബാറ്ററിയും കംപ്ലൈൻ്റ് ആണ്. 2 UPSൻ്റെ 7AHൻ്റെ ബാറ്ററിയും പിന്നെ ഒരു എമർജൻസി ലൈറ്റിൻ്റെ ബാറ്ററി അങ്ങനെയൊക്കെയാണ്. അതുപോലെ ഈ ഒരു ബാറ്ററിയും ഉണ്ട്. ഈ ഒരു ബാറ്ററി ഇപ്പോൾ നിലവിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ചാർജ് നിൽക്കുന്നുണ്ട്. ആ ബാറ്ററി കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു 4 ബാറ്ററിയാണ് കൊടുക്കുന്നത്. അപ്പോൾ 7AHൻ്റെ 2 ബാറ്ററിയും അതുപോലെ തന്നെ 12 വോൾട്ട് 4.5Hൻ്റെ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ 6 വോൾട്ടിൻ്റെ ഈ ഒരു ചെറിയൊരു. അപ്പോൾ ഈ 4 ബാറ്ററിയും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ 4 ബാറ്ററിയും വിറ്റിട്ട് ആ ഒരു പൈസയ്ക്ക് ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. ലിഥിയം അയൺ ബാറ്ററി ആകുമ്പോൾ അതിന് മെയിൻ്റനൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഉപകാരം. അതുപോലെ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസും വളരെ കുറവാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 7 വർഷം വരെ നല്ല രീതിയിൽ ലൈഫ് ഉണ്ടാവും. അതിന് മേളിലേക്ക് നല്ല രീതിയിൽ ഒരുപാട് ബാറ്ററിയും കിട്ടും. അതുപോലെ ഇതുപോലത്തെ ലെഡ് ആസിഡ് ബാറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഒരുപാട് ബാക്കപ്പ് കൂടുതൽ കിട്ടുന്നത് ലിഥിയം അയൺ ബാറ്ററിക്കാണ്. അതുപോലെ നമ്മൾ ഇതുപോലത്തെ പഴയ ബാറ്ററി കൊടുക്കാൻ നേരത്ത് വെയിറ്റ് കൂട്ടാനായിട്ട് പലരും അതിനകത്ത് പച്ചവെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടായാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അവരതിൻ്റെ വെയിറ്റ് കുറച്ചിട്ടാണ് തൂക്കുള്ളൂ. അതുപോലെ നമ്മൾ പഴയ ബാറ്ററി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആക്രി കടയിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണം. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, അവരാകുമ്പോൾ തൂക്കി അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ബാറ്ററി ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത് അവർ അതിൻ്റെ വെയിറ്റോ കാര്യങ്ങളോ നോക്കില്ല, അവർ ഏകദേശം ഒരു റേറ്റ് അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പഴയ ബാറ്ററികൾ കൂടുതലായിട്ടും ആക്രി കട തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ബാറ്ററി കൊടുക്കാൻ വേണ്ടി പോകുന്നത് കരിമണ്ണൂർക്കാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ അടുത്തുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മൾ വിളിക്കുന്ന സമയത്തേക്കും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ എവിടെയാണ് വീഡിയോ എന്ന് മിക്കവരും ചോദിക്കുന്നുണ്ട്. മിക്കവരും ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയാണെന്നറിയാം, ഇടുക്കിയിൽ എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്താണ്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. ആൾക്കല്ലെന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും വീട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇടുക്കി റൂട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചുറ്റും തേക്ക് പ്ലാന്റേഷനൊക്കെയാണ്. ഏതോ ഒരു വീഡിയോയിൽ കമൻറ്റ് കണ്ടിരുന്നു എൻ്റെ നാടൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. അങ്ങനെ നമ്മൾ കരിമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്രിക്കടയിലാണ് ഞാൻ കൂടുതലായിട്ടും ബാറ്ററി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ബാറ്ററിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 500 രൂപയാണ്. അപ്പോൾ ഈ 500 രൂപയ്ക്ക് നമുക്ക് ഏകദേശം 3 ലിഥിയം അയൺ ബാറ്ററിയൊക്കെ മേടിക്കാനുള്ള പൈസ. അതുപോലെ ഞാനിവിടെ വന്ന സമയത്ത് ഇലക്ട്രോണിക്സിൻ്റെ കുറേ ഐറ്റംസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റെബിലൈസർ ഒന്നും കണ്ടു. അപ്പോൾ ആ ഒരു സ്റ്റെബിലൈസർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ പല ഗ്രൂപ്പുകളിലും കാണാം, പലരും ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് നിൽക്കുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരെണ്ണം മേടിക്കുവാണ്. അപ്പോൾ ഇവിടെ വേറെയും കുറേ ഐറ്റംസ് കിടപ്പുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സ്റ്റെബിലൈസറിന് 100 രൂപയാണ് അയക്കുന്നത്. അപ്പോൾ ഇത് ശരിയാവുമെന്ന് അറിയത്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് സ്റ്റെബിലൈസർ ഒരെണ്ണം കിട്ടിയോണ്ട് നമ്മൾ ഇന്ന് ബാറ്ററി മേടിക്കാൻ പോകുന്നില്ല എന്ന് വെച്ചു. നമുക്ക് 35Hൻ്റെ ഒരു ബാറ്ററി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററിന് കൊടുത്തിട്ടാണ് നമ്മൾ ലിഥിയം അയൺ ബാറ്ററി മേടിക്കാൻ പോകുന്നുള്ളൂ. ഈ ഒരു സ്റ്റെബിലൈസർ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഇതിവിടെ കൊണ്ടുവന്ന് അഴിച്ചു നോക്കിയ സമയത്തിനകത്ത് വലിയൊരു പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്കിത് ഓണാകുന്നില്ല, കറണ്ട് കുത്തി നോക്കിയിട്ട് എന്തായാലും ഓണാകുന്നില്ല. അപ്പം ഇപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അതിനകത്ത് 70%ൻ്റെയും പവർ കേബിളായിരിക്കും കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പവർ കേബിളാണ് നമ്മൾ ആദ്യമേ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നമ്മളിതിങ്ങനെ പുറമേ തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഈ ബോർഡിനകത്ത് എവിടെയെങ്കിലും കത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിന് ട്രാൻസ്ഫോമർ കത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പവർ കേബിൾ തന്നെയാണ് കംപ്ലൈൻ്റ് എന്ന് ഏകദേശം ഉറപ്പിക്കുന്നത്. കരുതി എല്ലാ ഉപകരണങ്ങളുടെയും അങ്ങനെ ആവണമെന്നില്ല. കൂടുതലായിട്ടും ചാൻസിൻ്റെ പവർ കേബിൾ കംപ്ലൈൻ്റ് ആവാനാണ്. മിക്ക ഉപകരണങ്ങളെയും പവർ കേബിൾ വേഗം തന്നെ കംപ്ലൈൻ്റ് ആവാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫേസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അതുപോലെ എർത്തിൽ നോക്കുന്ന സമയത്ത് എർത്തിൻ്റെയും കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പോൾ എർത്തിൻ്റെ വയറും എവിടെയോ ബ്രേക്ക് ആയിട്ട് 2 വയറും ബ്രേക്ക് ആയ സ്ഥിതിക്ക് നമ്മൾ ഈ നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല. നേരെ ഇതിൻ്റെ ഒരു കേബിൾ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ അകത്ത് ഈ ഒരു സ്റ്റെബിലൈസറിൻ്റെ ഈ ഒരു ഭാഗം നോക്കി കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഈ ഒരു സ്റ്റെബിലൈസർ നേരത്തെ ആരും സർവീസ് ചെയ്യാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ഇതിൻ്റെ ആ ഒരു സ്ക്രൂ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ക്രൂവിൻ്റെ അവിടെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്ക് മിക്കവർക്കും അറിയാവുന്നൊരു കാര്യമാണ് സ്ക്രാപ്പിൽ നിന്ന് ഇങ്ങനെ പല സാധനങ്ങളും പലരും മേടിച്ചിട്ട് അത് സർവീസ് ചെയ്തെടുത്തും റീസ്റ്റോർ ചെയ്തൊക്കെ എടുക്കുന്ന പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ഇതിന് എടുത്തുന്നുള്ളൂ. അപ്പോൾ ഇത് ശരിയാക്കാൻ പറ്റുമോ, ഇതിനെന്തായിരിക്കും കംപ്ലൈൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ എടുത്താണ് ഇത്. അതുപോലെ ഞാൻ ഈ ഒരു സ്റ്റെബിലൈസർ മേടിക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് പല വോൾട്ടുകൾ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടുന്ന പവർ സപ്ലൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2 വോൾട്ട് 4 വോൾട്ട് 6 വോൾട്ട് അങ്ങനെ വ്യത്യസ്തമായ വോൾട്ടുകൾ കിട്ടുന്ന പവർ സപ്ലൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കേബിൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കിയ സമയത്ത് ഫേസിൻ്റെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, ന്യൂട്രലിൻ്റെ ഇവിടെ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കേബിളിൻ്റെ ഉള്ളിൽ വരുന്ന ബ്ലാക്ക് വയർ വീണ്ടും എവിടെയോ കട്ടായതുകൊണ്ടാണ് നമുക്കിപ്പോഴും കണ്ടിന്യൂറ്റി കിട്ടാത്തത്. ഇനി നമ്മളിവിടെ എർത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എർത്തിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതിനകത്ത് ബ്ലാക്ക് വയറാണ് ഇവിടെ കണ്ടിന്യൂറ്റി കിട്ടാത്തത്. അപ്പോൾ നമ്മളത് വീണ്ടും കട്ട് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ പൗഡർ പോലെ ഇതിൻ്റെ ഉള്ളിലെ കമ്പിയെല്ലാം ദ്രവിച്ചിട്ട് ഒരു പൗഡർ പോലെ ആയിപ്പോയതുകൊണ്ടാണ് ഇവിടെ കണ്ടിന്യൂറ്റി കിട്ടാത്തത്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും നമ്മൾ നോക്കിയ സമയത്ത് കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയാണ് നമ്മളിനി പവർ സപ്ലൈ കേബിൾ അഡീഷണൽ ആയിട്ടുള്ള വേറൊരു കേബിൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീടുകളിലെ ഇലക്ട്രോണിക്സിൻ്റെ പല സാധനങ്ങളിലും കംപ്ലൈൻറ്റ് ആകുമ്പോൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടതിൻ്റെ പവർ കേബിളാണ്. പവർ കേബിൾ മിക്കതിൻ്റെ തന്നെ വേഗം കംപ്ലൈൻറ്റ് ആവാനും അതുപോലെ ഇതുപോലെ പൗഡർ പോലെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലെ കമ്പി ദ്രവിച്ച് പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഈ ഇതിലേക്ക് വേറെ ഒരു കേബിൾ ഒരെണ്ണം കണക്ട് ചെയ്തിട്ട് നമുക്കത് കറണ്ടിൽ നിന്ന് കുത്തി നോക്കാം.
അപ്പോൾ ഈ സ്റ്റെബിലൈസറിന് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റും ഇല്ലായിരുന്നു. അതിൻ്റെ പവർ കേബിൾ മാത്രമായിരുന്നു കംപ്ലയിൻ്റ് ആയിട്ടുള്ളൂ. ഇതുപോലത്തെ ചെറിയൊരു കേബിൾ ഇട്ട് സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെബിലൈസറിനൊക്കെ നമ്മൾ 3 കോർ വയർ ഇടണം. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് 2 കോർ കേബിൾ ഇട്ടത്. അതുപോലെ ഈ സ്റ്റെബിലൈസർ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുൾ എല്ലാം അടിച്ച് പീസാക്കിയിട്ടുണ്ട്. എല്ലാം ഒന്ന് കഴുകി വീണ്ടും സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് കിട്ടിയ സമയത്ത് ആദ്യം സാനിറ്റൈസർ അടിച്ചൊന്ന് സ്പ്രേ ചെയ്ത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ സോപ്പ് പൊടി ഇട്ട് കഴുകാൻ പോകുന്നത്. അപ്പോൾ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഷാമ്പൂ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഇത് ഫുള്ളായിട്ട് ക്ലീനായി കിട്ടില്ല. അതിന് വേറെ ക്ലീനിങ് ലിക്വിഡും കൂടി ഉപയോഗിക്കണം. അതുപോലെ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ നമ്മളിതിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്തമായ വോൾട്ട് കിട്ടുന്ന ഒരു പവർ സപ്ലൈ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാം. അതായത് നമുക്കൊരു ട്രാൻസ്ഫോമറിൽ നമുക്ക് വ്യത്യസ്തമായ വോൾട്ടുകൾ കിട്ടുന്ന രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റെബിലൈസർ മേടിച്ച ആ സ്ക്രാപ്പ് കടയിൽ പല ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ ചില വീഡിയോസൊക്കെ നമ്മൾ ഇനി അങ്ങനെയാണ് ചെയ്യുന്നത്. പഴയ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ കംപ്ലയിൻ്റ് ആയതും അതുപോലെ ആരെങ്കിലും ഉപേക്ഷിച്ച സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് നമ്മൾ വീണ്ടും എടുത്തത് റീസ്റ്റോർ ചെയ്തെടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ ചില സാധനങ്ങൾക്കൊക്കെ നിസ്സാര കംപ്ലയിൻ്റ് ആയിരിക്കുള്ളൂ. അതൊക്കെ നമുക്ക് ചെറിയ പൈസയ്ക്ക് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും. അതുപോലെ സോപ്പ് പൊടി ഇട്ട് കഴിയുന്നവർക്കും എല്ലാം ഒന്നും ക്ലീൻ ആയി കിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യത്തെ റഫായിട്ടൊന്ന് കഴിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപാട് കട്ടി പിടിച്ചിരിക്കുന്ന ആ ഒരു കറയൊക്കെ ഇറങ്ങി പോകണമെങ്കിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു സംഭവമാണ്. അതായത് തുണിയുടെയൊക്കെ കരിമ്പനും കറയൊക്കെ ഇളക്കാനുള്ള ആ ഒരു ലിക്വിഡ്. അപ്പോൾ ഇത് കയ്യിലൊക്കെ ആവാതെ നോക്കണം. ആദ്യം ഒന്ന് റഫായിട്ട് സോപ്പ് പൊടി അല്ലെങ്കിൽ ഷാമ്പൂ ഇട്ടൊന്ന് കഴുകുന്നു. എന്നിട്ട് പയ്യെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് എല്ലായിടത്തേക്കും ബ്രഷ് വെച്ച് അടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ സോപ്പ് ഇട്ട് കഴുകുന്നത്. അപ്പോൾ അങ്ങനെ കഴുകുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പഴയ ഒരുപാട് ഉറച്ചിരിക്കുന്ന കറിയും കാര്യങ്ങളും അതുപോലെ തന്നെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഈ രീതിയാണ് ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് മിക്ക കടകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. ടൈൽസിൻ്റെയും അതുപോലെ തുണിയുടെയൊക്കെ കറയും കരിമനൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റെബിലൈസറിലെ ചെളിയോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം പുതിയതുപോലെയൊക്കെ തന്നെ തോന്നും. നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മേടിച്ച സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടി. അതുപോലെ ഈ സ്റ്റെബിലൈസറിൻ്റെ ബോർഡ് ഒന്ന് കഴുകിയെടുക്കുവാണ്. ഇത് സ്ക്രാപ്പ് കടയിലൊക്കെ കിടന്നുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർ ഷാമ്പൂ ഇട്ടാണ്. ഇതുപോലുള്ള ബോർഡുകൾ കഴുകുന്നതുകൊണ്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമാണ് അത് ഉപയോഗിക്കാവുള്ളൂ. ഇങ്ങനെ കഴുകുവാണെങ്കിൽ ഏകദേശം ഒരു ദിവസം ഫുള്ള് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് മാത്രമാണ് വീണ്ടും ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ വലിയ വെയിൽ അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ ഡ്രൈ ആയി പോകും. അതുപോലെ കഴുകുന്ന സമയത്ത് ട്രാൻസ്ഫോമറിൽ വെള്ളം കയറാതെ നോക്കണം. അപ്പോൾ നമ്മൾ കഴുകിയതെല്ലാം തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ചെറിയ കാര്യങ്ങളൊന്നുമില്ല, നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പഴയ രീതിയിൽ തന്നെ ഇതിനകത്ത് സാധനങ്ങൾ ഇതുപോലെ സ്ക്രാപ്പിൽ നിന്ന് ഇടുന്ന സാധനങ്ങളും പലതും ഇങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റും ചെറിയ ചെലവിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നതിൻ്റെ പവർ കേബിൾ മാത്രമായിരുന്നു. അതുപോലെ ഇതിൻ്റെ പുതിയ സ്റ്റെബിലൈസറിന് ഏകദേശം 1600 1500 ആ ലെവലിലേക്കാണ് ഇതിൻ്റെ വില വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റെബിലൈസർ നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയത് 100 രൂപയ്ക്കാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ടാക്കുന്ന കേബിൾ 1 മീറ്റർ 2 കോർ കേബിളാണ്. അപ്പോൾ അതിന് ഏകദേശം 22 രൂപയാണ്. പിന്നെ 2 പിന്നാണ് ഇട്ടാക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് എന്തായാലും ഒരു 150 രൂപയാണ് ഈ സ്റ്റെബിലൈസറിന് മൊത്തത്തിൽ ചിലവായിരിക്കുന്നത്. അതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയ ഒരു ബോർഡ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇനി ഒരു 35 Hൻ്റെ ബാറ്ററി ഉണ്ട്. അപ്പോൾ ആ ഒരു ബാറ്ററി കൊടുത്തിട്ടാണ് ലിഥിയം അയൺ ബാറ്ററി മേടിക്കുന്നുള്ളൂ. അതുപോലെ ഇനിയും നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും ഭാരപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ നമ്മൾ വീണ്ടും എടുത്ത് ആ റീസ്റ്റോറേഷൻ വീഡിയോ പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങൾ കഴുകുന്ന സമയത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമാണ് വീണ്ടും കറണ്ടിൽ കണക്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഈ സ്റ്റെബിലൈസർ ഇപ്പോൾ കണ്ട ഏകദേശം പുതിയതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. അത്രയും നല്ല രീതിയിൽ നമുക്ക് കഴുകി ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.